പോക്കോയുടെ X5 സീരീസിൻ്റെ സക്സസിന് ശേഷം വരുന്ന പുതിയ മോഡലാണ് പോക്കോ X6 സീരീസ്. ലീക്സ് അനുസരിച്ച് ജനുവരിയിൽ ഈ സീരീസ് ലോഞ്ച് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പ്രധാനമായും രണ്ട് മോഡലാകും ഉണ്ടാവുക, S6ഉം S6 പ്രോയും. X6 മോഡൽ റെഡ്മിയുടെ നോട്ട് 13 പ്രോ റീബ്രാൻഡ് പതിപ്പായിരിക്കും. എന്നാൽ X6 പ്രോ റെഡ്മിയുടെ X70e റീബ്രാൻഡ് പതിപ്പായിരിക്കാനാണ് സാധ്യത. ഓൺലൈൻ സൈറ്റായ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോഴേ ഇതിൻ്റെ കൺഫർമേഷൻ വന്നു കഴിഞ്ഞു. പോക്കോ X6നും X6 പ്രോയ്ക്കും 6.67 ഇഞ്ച് OLED ഡിസ്പ്ലേയും 1.5K റെസൊല്യൂഷനും 120Hz റിഫ്രഷ് റേറ്റും 1800 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സും ഉണ്ടാകും. രണ്ട് മോഡലിനും 16 മെഗാ പിക്സലിൻ്റെ സെൻട്രൽ പഞ്ച് ഹോൾ ഫ്രണ്ട് ക്യാമറയും, X6ന് 200 MB മെയിൻ ക്യാമറയും 8 MB അൾട്രാവൈഡ് ക്യാമറയും 2 MB മാക്രോ ക്യാമറയും ഉണ്ടാകും. എന്നാൽ X6 പ്രോയ്ക്ക് 64 MB മെയിൻ ക്യാമറയും അതിൽ OIS സപ്പോർട്ടും ഉണ്ടാകും. 8 MB അൾട്രാവൈഡ് ലെൻസും 2 MB മാക്രോ സെൻസറോട് കൂടി ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഉണ്ടാവുക. ഈ രണ്ട് മോഡലിനും മാക്സിമം 16 GB LPDDR5X റാമും 512 GB ഇൻ്റർണൽ സ്റ്റോറേജും ഉണ്ടാകും. പോക്കോ X6നും X6 പ്രോയ്ക്കും ആൻഡ്രോയിഡ് 14ൽ ഹൈപ്പർ OS കസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാകും ലോഞ്ച് ഉണ്ടാവുക. പോക്കോ X6ന് മീഡിയാടെക് ഡയമൻസിറ്റി A300 അൾട്ര പ്രൊസസ്സറും X6 പ്രോയ്ക്ക് സ്നാപ്ഡ്രാഗൺ 7 Gen 2 പ്രൊസസ്സറുമാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ബാറ്ററിയിലോട്ട് വരികയാണെങ്കിൽ പോക്കോ X6ന് 5500 mAhൽ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും, S6 പ്രോയ്ക്ക് 5100 mAhൻ്റെ 67 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും കമ്പനി നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വിലയിലോട്ട് വരികയാണെങ്കിൽ പോക്കോ X6ന് 25,000 തൊട്ട് 30,000-നകത്തും, X6 പ്രോയ്ക്ക് 20,000-നും 25,000-നും ഇടയിൽ വില വരാനാണ് സാധ്യത.